പെൺകുട്ടികൾ തന്നെ പറയുന്ന കാര്യമാണ്. അവർക്ക് നല്ല പയ്യന്മാരോടല്ല താല്പര്യം, പകരം അവർക്ക് നല്ല ബോയ്സിൽ നിന്നും അറ്റൻഷൻ മാത്രമാണ് വേണ്ടത് എന്ന്. പെൺകുട്ടികൾ കൂടുതൽ ഇഷ്ടപ്പെടുന്നത് കുറച്ച് ഹാർഡ് പേഴ്സണാലിറ്റിയും ഡോമിനന്റ് നാച്ചറും ഒക്കെയുള്ള ബോയ്സിനെയാണെന്നും അവർ സ്വയം പറയുന്നു. ഇത് കണ്ട് നല്ല സ്വഭാവമുള്ള പയ്യന്മാർ ബാഡ് ബോയ് പേഴ്സണാലിറ്റി ഉണ്ടാക്കിയാലോ എന്നുവരെ ഇന്ന് ചിന്തിക്കുന്നു. എന്നാൽ നിങ്ങളങ്ങനെ ഒരിക്കലും ചെയ്യരുത്. ഒരു പെൺകുട്ടി നിങ്ങളെ ഇഷ്ടപ്പെടുന്നതിനായി നിങ്ങളുടെ നല്ല സ്വഭാവം മാറ്റേണ്ട യാതൊരു ആവശ്യവുമില്ല. പകരം നിങ്ങൾ സൂക്ഷിക്കേണ്ട കുറച്ച് ലിമിറ്റ്സും നിങ്ങളുടെ ഫോക്കസും ഉണ്ടാവേണ്ട കാര്യങ്ങൾ എന്തൊക്കെയെന്നും ഇന്ന് വീഡിയോയിലൂടെ മനസ്സിലാക്കുക. ഇന്ന് ഈ വീഡിയോ കാണുന്നതിലൂടെ നിങ്ങൾക്ക് ഭാവിയിൽ ഒരു പെൺകുട്ടി കാരണം ഉണ്ടാകാവുന്ന പല കഷ്ടപ്പാടുകളിൽ നിന്നും രക്ഷപ്പെടാൻ സാധിക്കും. നമ്പർ 1, നമ്മൾ മിക്കവാറും സിനിമകളെയൊക്കെ കാണുന്നതാണ്. എപ്പോഴും പയ്യന്മാരാണ് പെൺകുട്ടികളെ അപ്രോച്ച് ചെയ്യാറുള്ളത്. എന്നാൽ ഇതിനുള്ള കാരണം നമ്മുടെ സമൂഹത്തിൽ വർഷങ്ങളായി പെൺകുട്ടികളോട് പറഞ്ഞു വരുന്ന കാര്യങ്ങളാണ്. പയ്യന്മാരോട് സംസാരിക്കാൻ പാടില്ല, അടങ്ങി ഒതുങ്ങി നടക്കണം, കണ്ണുകൾ താഴ്ത്തി വെച്ച് നടക്കണം എന്നൊക്കെ. എന്നാൽ പയ്യന്മാർക്ക് എല്ലാ തരത്തിലുള്ള സ്വാതന്ത്ര്യങ്ങളും ഈ സമൂഹം നൽകുന്നു. വാസ്തവത്തിൽ സ്ത്രീ ആയാലും പുരുഷനായാലും തമ്മിൽ സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ പെൺകുട്ടികൾ അവരുടെ ഹാർഡ് കണ്ടീഷൻസ് കാരണം പയ്യന്മാരെ അപ്രോച്ച് ചെയ്യാറില്ല. അങ്ങനെ എന്തായാലും ആ പെൺകുട്ടി നമ്മളോട് സംസാരിക്കാൻ വരില്ല എന്ന് ഉറപ്പാവുന്നതോടെയാണ് പയ്യന്മാർ അവരെ അപ്രോച്ച് ചെയ്യുന്നത്. ഇന്ന് സമൂഹത്തിൽ മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിലും ഇന്നും പെൺകുട്ടികൾ പയ്യന്മാരെ അധികം അപ്രോച്ച് ചെയ്യാറില്ല. കാരണം ഇന്ന് ആൺകുട്ടികൾ തന്നെ ചെന്ന് സംസാരിക്കണം എന്നുള്ളത് ഒരു നിയമം പോലെ മാറിയിരിക്കുകയാണ്. ഈ മൈൻഡ് സെറ്റ് കാരണമാണ് പയ്യന്മാർ പെൺകുട്ടികളുടെ പിറകെ നടക്കുന്നത്. ഇനി ഇങ്ങനെയൊക്കെയുള്ള പെരുമാറ്റത്തിനിടയിലും നിങ്ങൾ ആഗ്രഹിച്ച പെൺകുട്ടി നിങ്ങളെ അംഗീകരിക്കുന്നുവെങ്കിൽ അടുത്തതായി നിങ്ങൾ അവൾ ഒരിക്കലും തന്നിൽ നിന്നും അകന്നു പോകാതിരിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യുന്നു. അതായത് നിങ്ങൾക്ക് ഒരു അടിമയാകേണ്ടി വരുന്നു. ഇതിലൂടെ നിങ്ങൾ ഡിസർവ് ചെയ്യാത്ത വിഷമങ്ങൾ നിങ്ങൾക്ക് അനുഭവിക്കേണ്ടതായി വരുന്നു. അതുകൊണ്ട് നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക, പെൺകുട്ടികൾ ദൈവമൊന്നുമല്ല. നിങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്ന അതേ മണ്ണുകൊണ്ട് തന്നെയാണ് പെൺകുട്ടികളെയും ഉണ്ടാക്കിയിട്ടുള്ളത്. പെൺകുട്ടികളുടെ ചില ശാരീരികവും മാനസികവുമായ പ്രത്യേകതകൾ നമ്മെ അവരിലേക്ക് അടുപ്പിക്കുന്നു എന്നതാണ് സത്യം. ചില കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ പെൺകുട്ടികളോടുള്ള നിങ്ങളുടെ അമിതമായ അട്രാക്ഷൻ അവസാനിപ്പിക്കുവാൻ സാധിക്കും. നിങ്ങളെപ്പോലെ തന്നെയാണ് അവരും. അതുകൊണ്ട് നിങ്ങളും അവരെ മനുഷ്യരെ പോലെ കാണുക, സാധാരണ രീതിയിൽ പെരുമാറുക. പോയിന്റ് നമ്പർ 2, നിങ്ങൾക്കൊരു പെൺകുട്ടിയെ ഇഷ്ടമായെന്ന് കരുതുക. അവർ നിങ്ങൾക്ക് ആകർഷകമായി തോന്നാനുള്ള കാരണം എന്താണെന്ന് ഇതിനെപ്പറ്റി നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അവരുടെ ശരീരമാണോ അതോ നല്ല സ്വഭാവമാണോ എന്നൊക്കെ. ഇത് കണ്ടുപിടിക്കാനുള്ള ഒരു നല്ല മാർഗമുണ്ട്. ഏതെങ്കിലും ഒരു പെൺകുട്ടി നിങ്ങൾക്ക് അട്രാക്റ്റീവായിട്ട് തോന്നുകയാണെങ്കിൽ അവരെ നിങ്ങളുടെ കൂട്ടുകാരനായി സങ്കല്പിക്കുക. എന്നിട്ട് നിങ്ങൾ സ്വയം ചോദിക്കുക, ഈ വ്യക്തിയോട് സംസാരിക്കുന്നതിന് നിങ്ങൾക്ക് താല്പര്യമുണ്ടോ എന്ന്. എന്നാൽ ഈ ചോദ്യം മനസ്സിൽ ചിന്തിച്ച ഉടനെ തന്നെ നിങ്ങൾക്ക് അവളോടുള്ള അട്രാക്ഷനിൽ കുറവ് സംഭവിക്കുകയാണെങ്കിൽ അത് വെറും ഇൻഫാക്ച്വേഷൻ മാത്രമാണെന്ന് മനസ്സിലാക്കുക. ശാരീരികമായ ആകർഷണം മാത്രമാണ് അതെന്ന് മനസ്സിലാക്കുക. പോയിന്റ് നമ്പർ 3, ഒരു ദിവസം ബൈക്കിൽ യാത്ര ചെയ്യുന്ന സമയത്ത് ഞാൻ ആകാശത്തൊരു മേഘം കണ്ടു. അതിൻ്റെ രൂപം കുറച്ച് വ്യത്യസ്തമായിരുന്നു. യഥാർത്ഥത്തിൽ അത് മേഘം തന്നെ ആണെങ്കിൽ കൂടി ഹിന്ദുമത വിശ്വാസിയായ ഒരാൾ അത് കണ്ടിരുന്നെങ്കിൽ അയാൾക്കതൊരു ശിവലിംഗമായി തോന്നിയേനെ, മറ്റുള്ളവർക്ക് മറ്റെന്തെങ്കിലുമായിട്ടൊക്കെ തോന്നിയേനെ. പറഞ്ഞു വന്ന കാര്യം ഇതാണ്, വസ്തുക്കൾ വാസ്തവത്തിൽ അവർ എന്താണോ അത് തന്നെയായിരിക്കും. അതിൽ വരുന്ന മാറ്റങ്ങൾ നമ്മുടെ കാഴ്ചപ്പാടിലെ വ്യത്യാസം മാത്രമാണ്. ഇതുപോലെ തന്നെയാണ് മനുഷ്യരെയും നാം കാണുന്നത്. വാസ്തവത്തിൽ എല്ലാ മനുഷ്യരും നാച്ചുറലി അവരെങ്ങനെയാണോ അതുപോലെ തന്നെയാണ്. മറ്റുള്ളവരുടെ കാഴ്ചപ്പാടിലെ വ്യത്യാസങ്ങളാണ് ചില ആളുകളെ കൂടുതൽ സൗന്ദര്യമുള്ളവരും ചിലരെ ഭംഗി കുറഞ്ഞവരുമൊക്കെ ആക്കി മാറ്റുന്നത്. മനുഷ്യരുടെ ഉള്ളിലെ ഹോർമോൺസാണ് ഈ അട്രാക്ഷൻസൊക്കെ കാരണം. അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്, നമ്മുടെ മുന്നിലുള്ള വ്യക്തിയിലല്ല, മറിച്ച് നമ്മുടെ കണ്ണിലാണ് സൗന്ദര്യത്തിൻ്റെ ഡെഫിനിഷൻ ഉള്ളത് എന്ന്. പോയിന്റ് നമ്പർ 4, ഒരു ഇൻട്രസ്റ്റിംഗ് ഫാക്റ്റ് പറയാം. നിങ്ങൾക്ക് നിങ്ങളുടെ മാനസികാവസ്ഥ മോശമാക്കണമെങ്കിൽ നിങ്ങൾക്ക് നല്ലതായി തോന്നുന്ന പെൺകുട്ടിയെക്കുറിച്ച് എല്ലാ കാര്യങ്ങളും അറിയാൻ ശ്രമിക്കുക. ഇങ്ങനെയൊക്കെ ചെയ്തു തുടങ്ങുമ്പോൾ തന്നെ നിങ്ങൾക്ക് സ്വയം മാറ്റങ്ങൾ വരുന്നതായി തോന്നും. എപ്പോഴും ദേഷ്യം വരിക, ഉറക്കം നഷ്ടപ്പെടുക തുടങ്ങി പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. ഒരു പെൺകുട്ടിയുമായി എളുപ്പം പരിചയപ്പെടാനുള്ള മാർഗമായി നിങ്ങൾ ആ പെൺകുട്ടിയെക്കുറിച്ച് എല്ലാ കാര്യങ്ങളും അറിയാൻ ശ്രമിക്കുന്നതിനെ കാണും. അങ്ങനെ നിങ്ങളുടെ മനസ്സിലെ ചിന്തകൾ മുഴുവനും ഈ കുട്ടിയെ ചുറ്റിപ്പറ്റിയുള്ളതായി മാറുന്നു. അങ്ങനെ മനസ്സിൽ അസ്വസ്ഥതകൾ ഉണ്ടാവുകയും നിങ്ങൾക്ക് ജീവിതത്തിൽ ദുഃഖമുണ്ടാവുകയും ചെയ്യുന്നു. ഇനി ആ പെൺകുട്ടി നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നു എന്ന് തന്നെ കരുതുക. അതിനുശേഷം നിങ്ങളുടെ മനസ്സിലുണ്ടാവുക ആ പെൺകുട്ടിയെ നഷ്ടപ്പെടും എന്നുള്ള ഭയം മാത്രമായിരിക്കും. അതിൻ്റെ ഭാഗമായാണ് നിങ്ങൾ ആ പെൺകുട്ടിയുടെ സോഷ്യൽ മീഡിയ പേജുകൾ ചെക്ക് ചെയ്യുന്നത്. ആ പെൺകുട്ടി നിങ്ങളെ ചതിക്കുന്നുണ്ടോ എന്ന സംശയം നിങ്ങളെക്കൊണ്ട് ഇതൊക്കെ ചെയ്യിക്കുന്നു. നിങ്ങളുടെ തന്നെ ഈ പ്രവൃത്തികൾ കാരണം ജീവിതത്തിൻ്റെ സമാധാനം നഷ്ടപ്പെടുന്നു. ഇവിടെയാണ് നിങ്ങളൊരു ടോക്സിക് വ്യക്തിയായി മാറുന്നത്. ഈ സാഹചര്യത്തിൽ നിങ്ങൾക്കുണ്ടാവേണ്ട ഒന്നാണ്, എൻ്റേത് എന്നെ വിട്ട് ഒരിക്കലും പോകില്ല, എന്നെ വിട്ട് പോയത് ഒരിക്കലും എൻ്റേതുമായിരുന്നില്ല എന്ന ചിന്ത. പോയിന്റ് നമ്പർ 5, ഒരു പെൺകുട്ടി നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ പതിയെ ഒരു ടോക്സിക് പേഴ്സണാലിറ്റിയായി മാറിക്കൊണ്ടിരിക്കും. കാരണം നിങ്ങൾ ഒരിക്കലും അവൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് മാറിപ്പോകണമെന്ന് ആഗ്രഹിക്കില്ല.
അതുകൊണ്ട് അവളുടെ മേൽ എപ്പോഴും നിങ്ങളുടെ കണ്ണുണ്ടായിരിക്കും. ആ പെൺകുട്ടിയിൽ നിന്നും ഇമോഷണൽ സപ്പോർട്ട്, ഫിസിക്കൽ പ്ലഷർ തുടങ്ങി പല കാര്യങ്ങളും ലഭിക്കുന്നതുകൊണ്ടാണ് നിങ്ങളിങ്ങനെ അവൾ നഷ്ടപ്പെട്ടു പോയാൽ ഉണ്ടാകുന്ന കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ച് ടോക്സിക്കായി പെരുമാറുന്നത്. അങ്ങനെ നല്ലൊരു ബന്ധം നിങ്ങളുടെ ചിന്താഗതിയിലെ കുഴപ്പം കാരണം ഒരു ലഹരിയായി മാറുന്നു. ഇങ്ങനെയൊന്നും സംഭവിക്കാതിരിക്കാൻ വേണ്ടി നിങ്ങൾ നിങ്ങളുടെ ജീവിതം മറ്റാരും ഇല്ലാതെ തന്നെ പൂർണ്ണമാണ് എന്ന് ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. ജീവിതത്തിൻ്റെ കേന്ദ്രമാക്കി ഒരു പെൺകുട്ടിയല്ല, മറിച്ച് നിങ്ങളുടെ തൊഴിലിനെയാണ് വെക്കേണ്ടത്. നിങ്ങൾ പെൺകുട്ടികളുടെ പിറകെ ഓടുന്നത് നിർത്തുക, നിങ്ങളുടെ ലക്ഷ്യം മാറ്റുക. നിങ്ങളുടെ തൊഴിൽ നിങ്ങളെ തീർച്ചയായും ജീവിതത്തിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതാണ്. പോയിന്റ് നമ്പർ 6, നാം എല്ലാവരും സ്വയം അപൂർണമാണ് എന്ന ചിന്താഗതിയോടുകൂടി ജീവിക്കുന്നവരാണ്. അപൂർണത മാറ്റുവാനായിട്ടാണ് നാം ജീവിതത്തിലേക്ക് ഒരു പെൺകുട്ടിയെ കൊണ്ടുവരുന്നത്. ആദ്യമൊക്കെ നാം നമ്മളിലെ അപൂർണത ഇല്ലാതായി എന്ന് തെറ്റിദ്ധരിക്കും. വാസ്തവത്തിൽ ജീവിതത്തിലേക്ക് അവർ കടന്നു വരുമ്പോൾ നമ്മുടെ അപൂർണത വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. നാം എന്തുകൊണ്ടാണ് അപൂർണമായത് എന്നതിനെപ്പറ്റി ചിന്തിക്കുന്നതിന് പകരം നാം വീണ്ടും വീണ്ടും ജീവിതത്തിലേക്ക് പല കാര്യങ്ങളെയും കൊണ്ടുവരികയാണ് പതിവ്. നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ച് മനസ്സിലാക്കുക, ഒരു പെൺകുട്ടിക്കും നിങ്ങളെ കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കില്ല. നിങ്ങൾക്ക് സ്വയം പൂർണ്ണനാവണമെങ്കിൽ നിങ്ങൾ നിങ്ങളെപ്പറ്റി പൂർണ്ണമായും മനസ്സിലാക്കേണ്ടതാണ്. നിങ്ങൾ നിങ്ങളുടെ ആത്മാവിനെ അടുത്തറിയുന്നതിലൂടെ തീർച്ചയായും പൂർണ്ണമാവുന്നതാണ്. ഇതിലൂടെയൊക്കെ ഞാൻ പറഞ്ഞു വരുന്നത് എന്തെന്നാൽ, നിങ്ങൾ സ്വയം കംപ്ലീറ്റ് ആണ്. നിങ്ങൾക്ക് പൂർണ്ണത കൈവരിക്കാൻ മറ്റൊരാളുടെയും ആവശ്യമില്ല. നിങ്ങൾ സ്വയം മറന്നു പോവുകയായിരുന്നു. പോയിന്റ് നമ്പർ 7, നമ്മൾ ഏത് തരത്തിലുള്ള ജീവിതമാണ് ജീവിക്കുന്നത് എന്നതും ആരോടൊപ്പമാണ് ജീവിക്കുന്നത് എന്നതും തമ്മിൽ ബന്ധമുള്ള കാര്യങ്ങളാണ്. അതായത് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലെ ആളുകളെ മാറ്റുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതം മാറി മറിയുന്നു. അതുപോലെ തന്നെ നിങ്ങൾ ജീവിതത്തെ മാറ്റുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലുള്ള ആളുകളും മാറുന്നു. നമ്മുടെ ജീവിതത്തിലെ സുഹൃത്തുക്കളെയും മറ്റും മാറ്റുന്നത് നമ്മളെ സംബന്ധിച്ച് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. നമുക്ക് അവരോട് ആത്മബന്ധമുണ്ട്. അതുകൊണ്ട് ജീവിതത്തിൽ മാറ്റം വരുത്തുന്നതാണ് മികച്ചത്. ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്തുമ്പോൾ ചുറ്റുമുള്ള ആളുകളിൽ മാറ്റമുണ്ടാകും. അതുകൊണ്ട് സ്വന്തം ജീവിതത്തിൽ മാറ്റം വരുത്താനും സ്വയം അറിയാനും ശ്രമിക്കുക. ജീവിതത്തിൽ നല്ല മാറ്റങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് നല്ല ആളുകളും കടന്നു വരുന്നതാണ്. ഇതാണ് ഞാൻ പറയാൻ ആഗ്രഹിച്ച കാര്യങ്ങൾ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു.